എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് അനുഗ്രഹീത കലാകാരന്മാർ മൺമറഞ്ഞു പോയ ഒരു മണ്ണാണ് നമ്മുടെ കേരള മണ്ണ്. കൊച്ചിൻ ഹനീബ, കലാഭവൻ മണി, അങ്ങനെ ഒരുപാട് കലാകാരന്മാർ. സത്യം പറഞ്ഞാൽ ഇന്നും അവർ മരണപ്പെട്ടു പോയെന്ന് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. എനിക്ക് പേഴ്സണലി കലാഭവൻ മണി ആയാലും കൊച്ചിൻ ഹനീബ ആയാലും ഇവരെയൊക്കെ ഇപ്പോഴും വീണ്ടും പഴയ സിനിമകളിൽ കാണുമ്പോൾ ഇവർ മരിച്ചുപോയി എന്നുള്ള കാര്യം എനിക്ക് ഇതുവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് എന്നെപ്പോലെയാണ് നിങ്ങൾക്കെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതെന്തോ അവർ മരണപ്പെട്ടു എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ പറയാം. എന്നാൽ ഇവരൊക്കെ മരിച്ചതിന് ശേഷം ഇവരുടെ കുടുംബങ്ങളുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ജീവിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെയാണ്. അതിൽ കലാഭവൻ മണിയുടെ ഒരു ആഗ്രഹമായിരുന്നു തന്റെ മകളെ പഠിപ്പിച്ചൊരു ഡോക്ടർ ആക്കണമെന്ന്. ആ ആഗ്രഹം സാധിക്കാനായിട്ട് മണിച്ചേട്ടന്റെ വൈഫ് നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ കൊച്ചിൻ ഹനീഫയുടെ കുടുംബവും അവരും അവരുടേതായ രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഭർത്താക്കന്മാർ മരിച്ചതിന് ശേഷം ഒരിക്കലും ജീവിക്കാൻ വേണ്ടി അവരാരും തുണി അഴിച്ചത് ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു രീതിയിലോട്ട് അവർ ജീവിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എല്ലാ സ്ത്രീകൾക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് അവർക്ക് തീരുമാനമെടുക്കാം. പക്ഷെ ആരും ജീവിക്കാൻ വേണ്ടിയിട്ട് തുണി അഴിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് കലാകാരന്മാർ മരിച്ചു പോയതിനു ശേഷം അവരുടെ ഭാര്യമാര് അവരുടേതായ രീതിയിൽ അവരെങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു പോകുന്നുണ്ട്. ഞാൻ ഇനി ഇവിടെ ഒരു 2 കമന്റ് ഒന്ന് ആദ്യം വായിക്കാം. ഒരുപാട് കലാകാരന്മാർ അകാലത്തിൽ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ ഭാര്യമാർ ആരും ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഇറങ്ങി നടന്നിട്ടില്ല. അവരുടെ ഭർത്താക്കന്മാരെ പറയിപ്പിച്ചിട്ടില്ല. ഇത് വേറെ എന്തോ ഒരു ജന്മം. സുധിച്ചേട്ടന്റെ മരണം വിറ്റ് ജീവിക്കുന്നു. ഞാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. വർഷങ്ങളോളം നല്ല കലാകാരന്മാരുടെ കൂടെ ജീവിച്ച അവരെക്കാളും 5 വർഷം ജീവിച്ച ഇവളുടെ ഹെഡ് വെയിറ്റ് കഷ്ടം തന്നെ. അതായത് രേണു സുധിയാണ് ആൾക്കാർ പറയുന്നത്. രേണു സുധി ആഗ്രഹിക്കുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്, നെഗറ്റീവ് റീച്ചാണ്. രേണുവിന്റെ ഒരു തോട്ട് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം മേ ബി. എനിക്ക് എന്താണ് അതുകൊണ്ട് ചിന്തിക്കുന്നത്, എന്താണ് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി, നെഗറ്റീവ് റീച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. വെറും താൽക്കാലികം മാത്രമാണ് നെഗറ്റീവ് പബ്ലിസിറ്റി, നെഗറ്റീവ് റീച്ച്. രേണുവിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തും വിമർശിച്ചിട്ടും. എന്നാൽ ഏറ്റവും കൂടുതൽ വിമർശിച്ചാണ് വീഡിയോ ചെയ്തതായിട്ടാണ് ഞാൻ ഓർക്കുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മുടെ അനുഗ്രഹീത കലാകാരനായ കലാമണി ചേട്ടൻ മരിച്ചതിന് ശേഷം ആ കുടുംബത്തിന്റെ അവസ്ഥയെ പറ്റി ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ വൈഫ് പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലും ആഭാസങ്ങളും കാണിച്ചു കൂട്ടുന്ന പരിപാടി ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇവിടെ രേണു സുധി അഭിനയിക്കാൻ പാടില്ലെന്നോ അഭിനയിക്കരുതെന്നോ ഒന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഈ നെഗറ്റീവ് ജനങ്ങളിൽ നിന്നും പിടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു വെറുപ്പ് നിങ്ങളായിട്ട് തന്നെ മാറ്റിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് മുൻകൈ എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ആൾക്കാരെ കൊണ്ട് കുറ്റം പറയിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാതിരിക്കുക. ആൾക്കാർ നെഗറ്റീവ് പറയുമെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യാതിരിക്കുക. നെഗറ്റീവിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടാതിരിക്കുക. രേണു കാണിച്ചു കൂട്ടുന്നതൊക്കെ അതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഒരു വീഡിയോ കൊടുക്കാം. അതായത് മണിച്ചേട്ടന്റെ മകളുടെ ഒരു വീഡിയോ. ഡോക്ടർ പഠിക്കുകയാണ്, ഡോക്ടർ ആയെന്നാണ് തോന്നുന്നത്, എനിക്ക് അത് അത്ര കറക്റ്റ് അല്ല. ഓക്കെ, എന്തായാലും ആ ഒരു വീഡിയോ ഞാൻ കൊടുക്കാം. ഒരുപാട് ഫ്രണ്ട്സ് പോയിട്ട് മണിച്ചേട്ടന്റെ മകളുമായിട്ടുള്ള ഒരു വ്ളോഗിങ് വീഡിയോയുടെ കുറച്ചു ഭാഗം ഞാനൊന്ന് കൊടുക്കാം. പാഞ്ചിയുടെ ഭാഷയിൽ ഇതാണ് ഗോഡസ് ഓഫ് ദ ഡോർ. ഓക്കെ 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 ഗോഡസ് ഓൺ ദ റോഡ്. പക്ഷെ റോഡോ ഗോഡസ് ഓൺ ദ ഡോർ കൊളാക്കി. എടി ഇവിടെ ഇത്രയും ദിവസം ഈ വീട് സൈലന്റ് ആയിരുന്നു. ശ്രീലക്ഷ്മിനെ വെളിയിലിട്ട് പൂട്ടി ഗൈസ്. എടാ അവളെ വെളിയിലിട്ട് പൂട്ടി, നമുക്ക് വന്ന വഴി തിരിച്ചു പോവാം. വന്ന് തുറന്ന് എന്ത് വയലിൻ? നിനക്ക് വയലിൻ വായിക്കാൻ അറിയാമോ? ആണോ? ഞങ്ങളുടെ ഹോം ടൂർ ചെയ്ത് ഞങ്ങളിതാ ഏറ്റവും മുകളിലെത്തി ഗൈസ്, ബാൽക്കണിയിലെത്തി. വെള്ളപ്പൊക്ക സമയത്തെ കാര്യങ്ങൾ പറയാം. ഏതിന്റെ മുകളിലൂടെ ചവിട്ടി പൂട്ടി? ഞങ്ങളുടെ ബാച്ചിലെ ബോയ്സ് ഞങ്ങള് ട്രെയിനിലും ബസ്സിലൊക്കെ കയറി അലഞ്ഞു തിരിഞ്ഞ് വന്നപ്പോ അവന്മാര് കാറിൽ വന്നു. ഇതെന്തുവാടാ ഇത് വെള്ളയൊക്കെ ഇട്ടിട്ട്? നിങ്ങളെന്താ ഇവിടെ? സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടിരുന്ന സമയത്ത് മൊത്തം മുഴുവൻ കാണണം കേട്ടോ. 10-20 മിനിറ്റോളം ഉണ്ട്. കണ്ടിരുന്ന സമയത്ത് സമയം പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. പുഞ്ചിരിയോടെ മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോ കാണാൻ സാധിച്ചുള്ളൂ. അതുപോലെ വീഡിയോ കാണുന്ന സമയത്ത് ഉടനീളം എന്റെ മനസ്സിൽ മണിച്ചേട്ടന്റെ മുഖം ഉണ്ടായിരുന്നു. ഞാൻ ഉള്ള കാര്യം പറയാം, അദ്ദേഹത്തെ മറക്കാൻ പറ്റുന്നില്ല. മരിച്ചുപോയെന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. ഒരുപാട് സിനിമകളിൽ നമ്മളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. ഒരുപാട്
കരുമാടിക്കുട്ടനിൽ കരയിപ്പിച്ചതുപോലെ എന്നാൽ വെട്ടത്തിൽ ചിരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് മാസ് റോളുകളും കാര്യങ്ങളൊക്കെ ചെയ്ത അദ്ദേഹം സത്യം പറഞ്ഞ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ ഏറ്റവും വലിയൊരു നഷ്ടമാണ് കലാഭവൻ ചേട്ടന്റെ മരണമെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അത്രയ്ക്ക് ടാലന്റ് ആയിട്ടുള്ള ഒരു നടനായിരുന്നു. ഏത് റോളും ചെയ്യുന്ന ഒരു നടനായിരുന്നു. അദ്ദേഹം കണ്ണു തട്ടി ആരൊക്കെ എന്തൊക്കെയോ ചെയ്തു. അദ്ദേഹം ഈ മണ്ണിൽ നിന്നും പോയി. ഇനി കൊച്ചിൻ ഹനീഫയുടെ വൈഫിന്റെ ഒരു വീഡിയോ ഞാൻ കൊടുക്കാം. ആനിയുമായിട്ട് സംസാരിക്കുന്ന അവരുടെ സിറ്റുവേഷൻ ഒന്ന് കണ്ടോ. ഇവരൊക്കെ അടിപൊളിയായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. അപ്പൊ നിങ്ങളൊരു ചോദ്യം ചോദിക്കും, അവർക്കൊക്കെ പൈസ ഉണ്ടല്ലോ ജീവിക്കാൻ, ഇവിടെ സുധിച്ചേട്ടന്റെ വൈഫിന് പൈസ ഇല്ലല്ലോ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കും, ജീവിക്കാൻ വേണ്ടി മാനം വിൽക്കണോ അല്ലെങ്കിൽ തുണി ഊരണോ? ഈ രണ്ട് ചോദ്യവുമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ സുധിച്ചേട്ടന്റെ വൈഫ് മാനം വിറ്റു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ജീവിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ, ഇനാഗുറേഷന് വരുന്ന സമയത്ത് അവർക്ക് തന്നെ കംഫർട്ട് അല്ലാത്ത രീതിയിൽ ഡ്രസ്സ് ഇട്ട് അവിടെ ഇവിടെ മുടി വിരിച്ചു വെക്കുന്നു. അങ്ങനത്തെ പല കാര്യങ്ങളും അവർ ചെയ്തു കൂട്ടുന്നുണ്ട്. അതുപോലെ മറ്റൊരു വീഡിയോ ഞാനൊന്ന് കൊടുക്കാം. ആ വീഡിയോക്ക് തൊട്ട് മുന്നേ ഞാൻ ആദ്യം അവർ തന്നെ പണ്ട് പറഞ്ഞിട്ടുള്ള ജോസ് ടോക്കിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ കൊടുക്കാം. കോടികൾ, അവൻ മരിച്ചാൽ എന്താ, അവൾക്ക് ദാണ്ടേ കോടികളുടെ പൈസ ആകുന്നു, വീടാകുന്നു, പിന്നെ അവൾക്ക് എന്ത് വേണം? അകാലത്തിൽ മരണപ്പെട്ടു പോയ കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫാണ് ഞാൻ. ഞാൻ ആളുടെ നല്ലൊരു ഫാനായിരുന്നു. സുധിച്ചേട്ടനെ പരിചയപ്പെട്ടപ്പോൾ തന്നെ സുധിച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കൊരു മോനുണ്ട്, അവൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവൻ്റെ പേര് കിച്ചു എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, ശരി ചേട്ടാ, എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം ചേട്ടാ, 2 പേരെയും കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഓക്കെ മക്കളെന്നാണ് വിളിച്ചത്, മക്കളെന്നാ വന്ന് എന്നെ മോനെയും കണ്ടോളൂ എന്ന് പറഞ്ഞ്. ഈ ജോസ് ടോക്കിൽ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് രേണുസുധിയുടെ ഡ്രസ്സിങ്ങിൽ എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല. എന്നാൽ വരെ രേണുസുധി ആർക്കോ വേണ്ടി അല്ലെങ്കിൽ നാട്ടുകാരുടെ കുറ്റം പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ധരിക്കുന്ന പോലെ പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ ഡ്രസ്സിങ്ങിന് എന്നും വന്നിരുന്ന കുറ്റം പറയുന്നത് അത്ര ഫെയർ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്കും തോന്നുന്നില്ല. പക്ഷേ രേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളിങ്ങനെ കാണിക്കുമ്പോൾ ജനങ്ങൾ ഒരുപാട് സ്നേഹിച്ച സുധിച്ചേട്ടനെയാണ് ഇത് ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ ഡയറക്ട്ലി ബാധിക്കുന്നത്. അങ്ങേരുടെ പേരിനെ കൂടി കളങ്കപ്പെടുത്തുന്ന രീതിയിലാണ് ഈ വിഷയം പൊക്കോണ്ടിരിക്കുന്നത്. കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നതും ഇതേപോലത്തെ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ സുധിച്ചേട്ടന്റെ വില കളയരുത്, അങ്ങേരുടെ പേര് കളയരുത്. അങ്ങനെ ചോദിക്കുമ്പോൾ സുധിച്ചേട്ടൻ അത്ര വലിയൊരു കലാകാരനായിരുന്നോ എന്നുള്ളൊരു ചോദ്യം വരും. ഞാൻ സീരിയസ്ലി പറയാം, മരണപ്പെട്ടു പോയതിനു ശേഷമാണ് സുധിച്ചേട്ടനെ ജനങ്ങൾ ഏറ്റെടുത്തത്. ഉള്ള കാര്യം പറയാം, അതുവരെ അത്ര ആൾക്കാർക്ക് അറിയത്തില്ലായിരുന്നു. സ്റ്റാർ മാജിക്കിലും കുറച്ച് ചെറിയ റോളുകളൊക്കെ ചെയ്തു പോയിരുന്ന ഒരു കലാകാരൻ. അതിനപ്പുറം കലാഭവൻ മണിയെ പോലെ കൊച്ചിൻ ഹനീഫയെ പോലെ അത്രയും നാടറിഞ്ഞ ഒരു കലാകാരനല്ലായിരുന്നു ഈ പറയുന്ന സുധിച്ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി. എന്നാൽ അദ്ദേഹം അകാലത്തിൽ പൊലിഞ്ഞു പോയ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഒരു നിമിഷം ഒരു ആക്സിഡന്റിൽ മരണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒരുപാട് അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ ശ്രമിച്ചു, അദ്ദേഹത്തെ കാണുന്നു, ഒരു സഹതാപം വരുന്നു. അദ്ദേഹത്തോട് തോന്നിയ ഒരു സഹതാപം അദ്ദേഹത്തിന്റെ ഭാര്യയോടും മക്കളോടും തോന്നുന്നു. ആ ഒരു സഹതാപം കാര്യങ്ങൾ രേണുവിനുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകിടം മറിച്ച് പൊളിച്ചടിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ രേണുവിന് ജീവിക്കാൻ ഒരുപാട് വഴിയുണ്ട്. ജീവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കോപ്രായങ്ങൾ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം, അഭിനയിക്കാം, നാടകങ്ങളോ സിനിമകളോ ഒക്കെ നിങ്ങൾക്ക് അഭിനയിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കോപ്രായങ്ങൾ കാണിക്കാതിരിക്കുക. ഇനി രേണുവിന്റെ ഒരു റീൽ വീഡിയോ ഞാൻ കൊടുക്കാം. സീരിയസ്ലി ആ റീൽ വീഡിയോ കണ്ട സമയത്ത് എന്തിനാ ഇങ്ങനെ ചെയ്തതെന്നാണ് എനിക്ക് തോന്നി. ഞാൻ കൊടുക്കാം. ഈ റീലിൽ അവരിങ്ങനെ പിടിച്ചിടുന്നുണ്ട്. ഞാൻ അപ്പോഴും ആലോചിച്ച കാര്യം, ഇതൊരു റീൽ വീഡിയോ ആണ്. റീൽ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ലൈവായിട്ട് എടുക്കുന്ന വീഡിയോ അല്ല. ലൈവിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചിടുമ്പോൾ ഓക്കെ, നിങ്ങൾക്ക് പറയാം അത് ലൈവിലായിരുന്നു, ഡ്രസ്സ് അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറയാം. എന്നാലും ഞാൻ പറയും, കംഫർട്ട് അല്ലാത്ത ഡ്രസ്സ് ഇട്ടും കൊണ്ട് ഇറങ്ങുമ്പോൾ ആലോചിക്കണമായിരുന്നെന്ന്. എന്നാലും നമുക്ക് ആ ഒരു രീതിയിലെങ്കിലും കാണാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ലൈവായിട്ട് എടുക്കുമ്പോൾ മീഡിയക്കാരൊക്കെ വന്ന് എടുക്കുമ്പോൾ ഡ്രസ്സ് അത്ര വിഷയമാണെങ്കിൽ ഇങ്ങനെയൊക്കെ പിടിച്ചിടുന്നത് കാണാം. പക്ഷെ ഒരു റീൽ വീഡിയോ നമ്മൾ സ്വന്തമായിട്ട് എടുക്കുമ്പോൾ നമ്മളത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കാണുന്നതാണ്. നമ്മൾ എഡിറ്റ് ചെയ്തിട്ടാണ് ആ വീഡിയോ ഇടുന്നത്. എഡിറ്റ് ചെയ്തിട്ട് ഇടുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തേക്ക് കയറി പിടിക്കുന്നതും ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നതൊക്കെ എന്തിനാണ് നാട്ടുകാരെ കാണിക്കുന്നത്? അങ്ങനെ കാണിച്ചും കൊണ്ട് നാട്ടുകാരുടെ വായിലിരിക്കുന്ന എന്തിനാണ് കേൾക്കുന്നത്? അപ്പൊ മനഃപൂർവ്വം ഇതൊക്കെ ചെയ്യുന്നതല്ലേ രേണു എന്നുള്ളൊരു ചോദ്യം എനിക്ക് ചോദിക്കേണ്ടി വരും. നിങ്ങളതിനൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് റീൽ വീഡിയോ ആണ്. വേണമെങ്കിൽ അവർക്ക് ഒന്നുകൂടി റീഷൂട്ട് ചെയ്യാമായിരുന്നു ഡ്രസ്സ് നേരെ ഇട്ടതിന് ശേഷം. മറിച്ച് അവർ ചെയ്തത് എന്താ, ഇങ്ങനെ പിടിച്ച് അതിൽ തന്നെ ഇടുന്നതെന്ന് കാണിക്കുന്നു. ഇത് കാണുമ്പോൾ ആൾക്കാർ കൂടുതലായിട്ട് റീച്ച് ചെയ്യും, അതുപോലെ വീഡിയോ കുറച്ചുകൂടി വൈറലാവും, അവിടെ ചർച്ചാ വിഷയമാകും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു റീൽ വീഡിയോ എടുക്കുന്ന സമയത്ത് അത് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി റീഷൂട്ട് ചെയ്യുക. അല്ലാണ്ട് അതിനെ തന്നെ എഡിറ്റ് ചെയ്ത് ഇതുപോലത്തെ കോപ്രായങ്ങളൊക്കെ കാണിച്ച് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇടുമ്പോൾ ആൾക്കാർ ഉറപ്പായിട്ട് കുറ്റം പറയും.
കുറ്റം പറയുന്ന ആൾക്കാരെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. കുറ്റം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങൾ കാണിച്ച തെറ്റിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഞാനൊരു ലൈവ് വന്നിരുന്ന് ഇട്ട് കഴിഞ്ഞാൽ അതിൽ പറയുന്ന വാക്കുകൾ എനിക്കൊരിക്കലും മാറ്റി കളയാൻ പറ്റത്തില്ല. ലൈവായിട്ട് എൻ്റെ വായിൽ സ്പോട്ടിൽ വരുന്നത് അത് ഞാനങ്ങ് പറയും. എന്നാൽ ഞാനൊരു വീഡിയോ ഇതുപോലെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ വായിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കുകളും കാര്യങ്ങളും എല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റി. ഇടയ്ക്ക് തന്നെ നിങ്ങൾക്ക് കട്ടും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റാറുണ്ട്, എഡിറ്റ് ചെയ്യാറുണ്ട്, പലതും ചെയ്യാറുണ്ട്. അതെന്തുകൊണ്ടാണ്? എൻ്റെ മിസ്റ്റേക്കുകളെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ലൈവ് അല്ലാത്ത വീഡിയോ ആകുമ്പോൾ. എന്നാൽ ലൈവ് വീഡിയോയിൽ എനിക്കത് പറ്റത്തില്ല. അതുപോലെ രേണുവിന് ഇവിടെ റീൽ എടുത്ത സമയത്ത് ആ റീൽ ഓക്കെ അല്ല, ഡ്രസ്സ് ഓക്കെ അല്ലായിരുന്നു. അപ്പൊ നേരെ ഇട്ടതിന് ശേഷം ഒന്നുകൂടി ഷൂട്ട് ചെയ്യാമായിരുന്നു. എന്നാൽ രേണു അത് ചെയ്തോ? ഇല്ല. ഇങ്ങനെ പിടിച്ചിടുന്നത് കാണിച്ച് ഇങ്ങനെ തന്നെ ഷൂട്ട് ചെയ്ത് ആൾക്കാർ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട്, നെഗറ്റീവ് റീച്ച് ആഗ്രഹിക്കുന്ന രേണു നെഗറ്റീവിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തതുപോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് ഒരുപാട് ആൾക്കാർക്ക് കുറച്ച് സ്നേഹവും കാര്യങ്ങളും ഉണ്ട്. ആ സ്നേഹവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കളയാതിരിക്കുക. പിന്നെ ഒരുപാട് പേര് ചിലപ്പോൾ ചോദിക്കും, പിന്നെ നീ കൊണ്ട് ചെലവിന് ഓടണം. എടാ, ഇവിടെ അവരുടെ അടുത്ത് അഭിനയിക്കരുതെന്നോ അഭിനയിക്കാൻ പാടില്ലെന്നോ എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ നെഗറ്റീവിന് വേണ്ടിയിട്ട് ഓടി നടക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡ്രസ്സിംഗ് ഒക്കെ ഒരാളുടെ ഇഷ്ടമാണ്. നിങ്ങൾ ഏത് ഡ്രസ്സ് ഇട്ട് എന്തിട്ടുകൊണ്ട് പോയാലും നമുക്ക് ആർക്കും ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല. എങ്കിലും പറയുക, നന്നായി കൂടെ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി രേണുവിന്റെ മറ്റൊരു റീൽ വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കുക. ഈ റീൽ വീഡിയോ ഒരു പ്രശ്നവുമില്ല. അവർ മാന്യമായ ഡ്രസ്സ് ധരിച്ചിരിക്കണം, നല്ല ഐശ്വര്യമായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഏതോ മാറി ഈ വീഡിയോ മോശമായ രീതിയിൽ എടുത്തു വച്ചേക്കുകയാണ്, സ്ലോ മോഷനിൽ എടുത്തു വച്ചേക്കുന്നത്. ഇതുപോലത്തെ സാധനങ്ങൾ നമുക്ക് കണ്ടറിയാം. നമ്മൾ ഒരിക്കലും കുറ്റം പറയത്തില്ല. എന്നാൽ ഇത് അല്ലാണ്ട് മനഃപൂർവ്വം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കും. അതിന്റെ പേരിൽ നിങ്ങൾ കരഞ്ഞിട്ടോ പ്രാഗിട്ടോ ഒന്നും ഒരു കാര്യമില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ എവിടെയായാലും പറയും. ഇനി മറ്റൊരു പോസ്റ്റ് കൊടുക്കാം. നിന്റെ അഹങ്കാര ഡയലോഗുകൾ ഇന്റർവ്യൂവിൽ കുറച്ചാൽ സുധിയെ പോലെ നിന്നെയും എല്ലാവരും സ്നേഹിക്കും, അംഗീകരിക്കും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക്. അതായത് രേണു അഹങ്കാര വർത്തമാനം പറയുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത്. ഉറപ്പായിട്ടും ആദ്യത്തെ രേണു അല്ല ഇപ്പോഴത്തെ രേണു. ഒരിക്കലും നിങ്ങൾ ഭർത്താവ് മരിച്ചതിന് ശേഷം വീട്ടിൽ ഒതുങ്ങി കൂടണം, അല്ലെങ്കിൽ അഭിനയിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. അഭിനയിക്കണം, ഇനി സിനിമകളിൽ ചാൻസ് നോക്കണം, നാടകങ്ങളായാലും എന്തായാലും അഭിനയിക്കണം, റീൽ ഷൂട്ടിനും കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ ജനങ്ങളുടെ വെറുപ്പ് പിടിച്ചു വെച്ചും കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കരിയറിനെ തന്നെ ബാധിക്കും. സുധി എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഒരു സ്നേഹം കളഞ്ഞുകൊണ്ട് നിങ്ങൾ കുളിക്കാൻ നിൽക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് ആൾക്കാർക്ക് സുധി എന്ന് പറയുന്ന വ്യക്തി ഇഷ്ടമാണ്. സുധിയിലൂടെയാണ് നിങ്ങൾ അറിഞ്ഞത്. അത് നിങ്ങൾ മനസ്സിലാക്കുക, അതും ഓർമ്മയിലുണ്ടാവുക. നമുക്ക് ആർക്കും നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. പക്ഷെ നമ്മുടെ മനസാക്ഷിക്ക് ഒത്ത കാര്യങ്ങൾ വേണം ചെയ്യാൻ. അല്ലെങ്കിൽ അതത്ര ഫെയർ ആയിട്ടുള്ളൊരു കാര്യമല്ല. സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് നാണം കെടുത്തത് മാത്രമല്ല, ഡ്രസ്സിംഗിന്റെ കേസിലൊക്കെ കുറച്ച് മാന്യത കാണിക്കുക, ഒക്കേഷൻ അനുസരിച്ചിട്ട് ഡ്രസ് ഇടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒക്കെ വളരെ മോശമാണ്. ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു അമ്മാവനായിട്ട് തോന്നും. എനിക്കിതൊന്നും വിഷയമുള്ള കാര്യമില്ല. അമ്മാവനെങ്കിൽ അമ്മാവൻ, ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറയാം. ഇതൊക്കെ ദിയാകൃഷ്ണയുടെ കേസ് നമ്മൾ സംസാരിച്ചില്ല. എല്ലാത്തിലും എനിക്കിതാണ് പറയാനുള്ളത്. എനിക്ക് വേറൊന്നും പറയാനില്ല. ഇവിടെ ഒരുപാട് കലാകാരന്മാർ മരണപ്പെട്ടു പോയി. അവരുടെ ഭാര്യമാരും ഇതുപോലെയൊന്നും ഇറങ്ങി തിരിച്ചിട്ടില്ല. എന്തായാലും രേണു ചെയ്യുന്നത് തെറ്റാണെന്ന് രേണു തന്നെ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് പബ്ലിക്കിൽ ഇനാഗ്രേഷനോ കാര്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് ഡ്രസ്സിങ്ങിലൊന്ന് സൂക്ഷിക്കുക. അല്ലാതെ നിങ്ങൾ റീലും കാര്യങ്ങളൊക്കെ എടുത്തോ, ഞാനൊന്നും പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്നാലും ഇത് നിങ്ങളുടെ ഇഷ്ടമാണെങ്കിലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിംഗ് ഒക്കെ ഒന്ന് സൂക്ഷിച്ച് ഡ്രസ്സ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നാശമാണ്. ഇപ്പൊ കാണുന്ന റീച്ച് നാളെ അങ്ങോട്ട് കാണണമെന്ന് ഇല്ല. നാട്ടുകാരുടെ പള്ളുവിളി മാത്രം ബാക്കിയാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കും. പുതിയ വീഡിയോ ഇട്ടണം.